വിദ്യാർത്ഥികൾക്കായി പാഠപുസ്തകങ്ങളിലൂടെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തെന്നറിയിക്കാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 2ാം വോളിയത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തായിരിക്കും ഗവർണറുടെ കടമകൾ വിശദീകരിക്കുക. ഭരണഘടനാപരമായി ഗവർണർ എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കേണ്ടത് എന്നായിരിക്കും പ്രധാനമായും പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. നമുക്ക് പരിശോധിക്കാം. സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ, ഒരു ഗവർണറുടെ അധികാര പരിധി അത് എത്രത്തോളമുണ്ട്? ഒരു ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം? ഇതൊക്കെ കുട്ടികൾ പഠിക്കട്ടെ എന്നാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം, അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു തുറന്ന പോരിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ചിലത് പഠിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുന്ന ആ ഒരു ഘട്ടം, അതിനെ എങ്ങനെ വിശദീകരിക്കാം സുനിഷ? റോഷ്നി, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഭാരതാംബ വിഷയത്തിന് പിന്നാലെ തന്നെ ഗവർണർക്കെതിരെയുള്ള നടപടി ശക്തിപ്പെടുത്തുക. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാഠ്യ വിഷയമായി തന്നെ ഗവർണർ വരുന്നത് എന്നുള്ളതാണ്. 10ാം ക്ലാസിന്റെ 2ാം വോളിയം സാമൂഹ്യശാസ്ത്രത്തിൽ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കേണ്ട പാഠമുണ്ട്. ആ ചാപ്റ്ററിൽ ഒരു ഭാഗമായി തന്നെ ഗവർണറെ കുറിച്ചുള്ള ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ, കടമകൾ ഇതെന്തൊക്കെയാണ് എന്നത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഭാരതാംബ വിഷയത്തിന് പിന്നാലെ തന്നെ ഗവർണർക്ക് ഈ രാജ്ഭവനിൽ ഇത്തരം ഒരു പ്രത്യേക ചിഹ്നമോ കൊടിയോ ഒക്കെ പ്രദർശിപ്പിക്കാമോ എന്നതടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനിടയിലാണ് ഗവർണർക്ക് ഏതൊക്കെ അധികാരങ്ങളാണ് ഉള്ളത് എന്ന് പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്നത് വഴി ഗവർണർക്ക് ഏതൊക്കെ അധികാരങ്ങൾ ഇല്ല എന്നത് കൂടി കുട്ടികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പാഠപുസ്തകങ്ങളിൽ ഏതൊക്കെ അധികാരങ്ങൾ, ഏതൊക്കെ കടമകൾ എന്നത് എഴുതി തന്നെ പഠിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നത്. പ്രധാനമായും റോഷ്നി, ഒരുപക്ഷെ നമുക്കറിയുന്നത് ഈ സാധാരണ രീതിയിൽ ഗവർണർക്ക് മുന്നിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി നിയമസഭ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ്, ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് നിയമസഭ ആരംഭിക്കുന്നത്. നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകേണ്ടത് ഗവർണറാണ്. അങ്ങനെ നിരവധി ഗവർണർ ചെയ്യേണ്ട ചില കടമകളും അധികാരങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ വിവേചനാധികാരത്തിന്റെ പരിധിയിലല്ല എങ്കിൽ ഗവർണറുടെ കാര്യങ്ങളിൽ അത് സഹായിക്കാനും ഉപദേശം നൽകാനും മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു മന്ത്രിതല സമിതി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായി ഗവർണറുടെ അധികാരങ്ങൾ, ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്താണ്, ഈ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന അധികാരങ്ങളും കടമകളും ഒക്കെ എന്താണ് എന്ന കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇനിയൊരു ഘട്ടത്തിൽ ഗവർണറെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഗവർണർ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഗവർണറുടെ അധികാര പരിധിയിൽപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഗവർണർ ചെയ്യേണ്ട കടമയാണോ എന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒരു ബോധ്യം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സർക്കാർ ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഏതായാലും ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് വരികയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 10ാം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമാണ്. പക്ഷേ അടുത്ത പാഠ്യ പരിഷ്കരണ ഘട്ടത്തിൽ 11ാം ക്ലാസിന്റെയും 12ാം ക്ലാസിന്റെയും പാഠപുസ്തകത്തിൽ കൂടി ഗവർണറുടെ കടമകളും അധികാരങ്ങളും ഒക്കെ വിഷയമായി വരുമ്പോൾ കൂടുതൽ ക്ലാസുകളിലേക്ക്, പാഠ്യവിഷയങ്ങളിലേക്ക് കൂടി ഗവർണർ അധികാരങ്ങൾ ചർച്ചയാകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് എന്താണ് ഗവർണറുടെ അധികാര പരിധി, എന്താണ് കടമകൾ എന്നതൊക്കെ പഠിക്കാൻ കഴിയുമെന്നത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റോഷ്നി ഇപ്പോൾ ഇത്തരം ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഗവർണറും സർക്കാരും എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. പാഠപുസ്തകങ്ങളിൽ തന്നെ ഗവർണറുടെ അധികാര പരിധി കുട്ടികളെ പഠിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം.